ഓമനെ എന്താ അവിടെ പണി? ഓമന ഇവിടുത്തെ ഓമനയാണ്, ഈ സിവിൽ സ്റ്റേഷന്റെ ഓമനയാണ്. ഇതാണ് ഓമന. വർഷങ്ങൾക്ക് മുൻപ് വയനാട് സിവിൽ സ്റ്റേഷനിൽ വന്ന് കൂടിയതാണ്. സിവിൽ സ്റ്റേഷൻ ക്രഷിലെ ജീവനക്കാരിയായ സിന്ധുവാണ് ഓമനയുടെ പ്രധാന കെയർ ടേക്കർ. ഓമനെ ഭയങ്കര കൂടുതലാണ് ഇടയ്ക്ക് അഹങ്കാരം. ചിലവരോട് ഇപ്പോൾ ഒച്ചയിട്ട് ചെല്ലും. ഞാൻ എവിടെങ്കിലും മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പരിസരത്ത് ആരും വരരുത്. വാഹനമിടിച്ച് പരിക്കേറ്റ ഓമനയെ വെറ്ററിനറി സർവകലാശാലയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ ചെയ്താണ് സിന്ധു സംരക്ഷിച്ചത്. ഇവളെ മക്കളെയും ഞാൻ കൊണ്ടുപോയി ഇവിടെ കാണിച്ച് ഇവിടെ നിന്നൊന്നും ശരിയാവാഞ്ഞിട്ട് ഞാനൊരു ഓട്ടോ വിളിച്ചിട്ട് വെറ്റിനറി കൊണ്ടുപോയി. അങ്ങനെ ഇവക്ക് സർജറി വേണമെന്ന് പറഞ്ഞു, കാലേ കമ്പി ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവളെ കൊണ്ടുപോയി ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ സാർ എന്നോട് പറഞ്ഞു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നോക്കാമെങ്കിൽ മാത്രം ചെയ്താൽ മതിയുണ്ട്. അങ്ങനെ ഞാൻ 1.5 മാസം വീട്ടിൽ കൊണ്ടുപോയി ഇവളെ മക്കളെയൊക്കെ നോക്കി. മക്കളെയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്ത്, ഒരു കുട്ടി ഇവക്ക് കൊടുത്തു. ഇവളെ സന്തോഷിക്കട്ടെന്ന് വെച്ചാൽ ഇവൾ പുലർച്ചെ റോഡിൽ പോയിട്ട് ഞങ്ങളതിന് മക്കൂന്നൊക്കെ പേരൊക്കെ ഇട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഹർത്താൽ ദിനത്തിലടക്കം ഓമനയ്ക്കുള്ള ഭക്ഷണവുമായി സിന്ധു സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെത്തും. സിവിൽ സ്റ്റേഷൻ വളപ്പിലെത്തുന്ന കുരങ്ങുകളെ ഓടിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ ചുമതലയും ഓമനയ്ക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിന് ഇതിലും വലിയൊരു സുരക്ഷ വേറെ എന്താണല്ലേ? രാവും പകലും കാവലായി ഓമനയുണ്ട്. ഓമന എല്ലാവരുടെയും ഒരു പൊന്നോമന കൂടിയാണ്. അതുതന്നെയാണ്, രാവും പകലും ഒക്കെ ഉണ്ട്. രാത്രികാലത്ത് പരിചയമില്ലാത്ത ആളുകളെ ഈ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ കയറ്റില്ല എന്നാണ് സിന്ധു പറയുന്നത്. അത്രയും സുരക്ഷയുണ്ട്. ഒരിക്കൽ ഏതോ ഒരു സെക്ഷനിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അതിൻ്റെ സൂചന ജീവനക്കാർക്ക് കൈമാറി എന്ന് പറയുന്നു. ഇത് സിന്ധുവും ഓമനയും കൂടെയുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ കൂടിയാണ്. കാരണം ഒരു ദിവസം പുറത്തെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുമ്പോൾ കടക്കാരനാണ് അവരോട് പറയുന്നത് നിങ്ങളുടെ മകളെ വണ്ടി ഇടിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ കാണാനില്ലായിരുന്നു. കുറേ അന്വേഷിച്ചപ്പോഴാണ് ഓവിചാലിൽ മക്കളോടൊപ്പം കാലൊടിഞ്ഞ് കിടക്കുന്നത് കണ്ടത്. ആദ്യം കൽപ്പറ്റയിലെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വെറ്റിനറി സർവകലാശാലയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അന്നത്തെ RTO ആയിരുന്ന മോഹൻദാസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ അതിന് സാമ്പത്തിക സഹായമൊക്കെ നൽകി കാലിൽ കമ്പിയൊക്കെ ഇട്ട് സർജറി ചെയ്ത് കൊണ്ടുവന്നു. അതിനിടെ ഒരു കുട്ടി ഒഴികെ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തു. ആ ഒരു കുഞ്ഞ് വണ്ടി ഇടിച്ച് ചാവുകയും ചെയ്തു. അതൊക്കെ വളരെ സങ്കടത്തോടെയാണ് സിന്ധു വിവരിക്കുന്നതും. പിന്നീട് വന്ധ്യംകരണ ശസ്ത്രക്രിയ ചെയ്തു. അതിനുശേഷം വളരെ ഉഷാറാണെന്ന് പറയുന്നു. കാവൽ ജോലിയിലൊക്കെ മുഴുവൻ സമയവും സിവിൽ സ്റ്റേഷനിൽ തന്നെയുണ്ട്. പലപ്പോഴും എൻക്വയറി കൗണ്ടറിൻ്റെ സമീപത്തൊക്കെ ഉള്ളിലെ വരാന്തയിൽ അടക്കം ഈ ഓമന ഓടി നടക്കുന്നത് കാണാം. കുരങ്ങൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനും കോടതി പരിസരത്തൊക്കെ എപ്പോഴും കുരങ്ങുകൾ ഉണ്ടാകും ബിൽഡിങ്ങിന് മുകളിലൊക്കെ. അപ്പോൾ കുരങ്ങിനെയൊക്കെ ഓടിക്കുന്ന ജോലിയും കൂടി ഓമനയ്ക്കുണ്ട്. മാത്രമല്ല ജീവനക്കാരൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും വളരെ സൗഹൃദമാണ് എല്ലാവരുമായിട്ടും. ഈ ക്രഷിലെ ജീവനക്കാരിയായ സിന്ധുവാണ് കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാവരുടെയും ഓമന തന്നെയാണ് ഈ ഓമന. ശരി കമൽ, എന്തായാലും ഓമനയ്ക്ക് ഒരു പുതുജീവൻ നൽകിയത് സിന്ധുവാണ് എന്ന് തന്നെ പറയാം. എന്തായാലും കൽപ്പറ്റയിലെ ആ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നമ്മൾക്ക് എപ്പോഴും ആർക്കും എപ്പോൾ പോയാലും ഓമനയെ കാണാൻ പറ്റും. അവിടെ എന്നും ഹാപ്പി ആയിട്ട് സിന്ധുവിൻ്റെ കൂടെയും മറ്റെല്ലാവരുടെയും കൂടെ ഓമന ഹാപ്പി ആയിട്ട് ഒരുപാട് കാലം ജീവിക്കട്ടെ. ആ ഭരണസിരാ കേന്ദ്രത്തിന് ഒരു കാവലായും ഓമന എന്നും ഉണ്ടാകട്ടെ.